Hi all, good morning. Today's topic is catalysis. What is meant by catalysis? Before that, we should know what is meant by a catalyst. That is, a catalyst are substances which when added to a reaction increases the rate of reaction. That is, a catalyst are substances which when added to a reaction. Catalyst എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിയാക്ഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ which increases the rate of reaction. ആ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് catalysis. That is, catalysis is the increase in the rate of a chemical reaction due to the participation of an additional substance called catalyst. ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാറ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് എ കാറ്റലിസ്റ്റ് റിയാക്ഷൻസ് occur faster and with less energy. ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും, അതേപോലെ തന്നെ ലെസ് എനർജിയെ ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഒന്നുകൂടെ പറയാം, സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി ചേഞ്ച്. കാറ്റലിസ്റ്റിന് ഒന്നും സംഭവിക്കുന്നില്ല, കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യും, കാറ്റലിസ്റ്റ് ആയിട്ട് തന്നെ തിരികെ കിട്ടും. ഓക്കെ, it is called catalysis. And for example, MnO2 act as a catalyst for the thermal decomposition of potassium chloride. Potassium chloride, that is KClO3 ആണ് potassium chloride. Potassium chloride decompose ചെയ്യുന്ന പ്രോസസ്സിലെ MnO2, manganese dioxide, which act as a catalyst. And another example is the industrial catalysis is the use of finely divided iron as catalyst for the combination of nitrogen and hydrogen in the Haber process. Nitrogen and hydrogen combine ചെയ്ത് Haber process വഴി അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സിൽ iron, that is finely powdered iron, is act as a catalyst, which is an important phenomena. These are the two examples for a catalytic reaction or catalysis. And next, characteristics of a catalysis. Characteristics of catalysis. First one, catalyst remains unchanged in mass. നേരത്തെ പറഞ്ഞതുപോലെ കാറ്റലിസ്റ്റ് നമ്മളൊരു റിയാക്ഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റലിസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. കാറ്റലിസ്റ്റിന് ഒന്നും സംഭവിക്കില്ല, അതങ്ങനെ തന്നെ തിരികെ കിട്ടും, നമുക്ക് അടുത്ത റിയാക്ഷനിലും യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കാറ്റലിസ്റ്റ് ഹാവ് നോ കെമിക്കൽ ചേഞ്ച്. Second, a small quantity of the catalyst is generally sufficient to catalyze the almost unlimited reaction. ഒരു unlimited reactionൽ മീൻസ് അത്രയും ഒരുപാട് ടൈം ഉണ്ടാവുന്ന റിയാക്ഷനിൽ പോലും ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് മതിയാവും ആ റിയാക്ഷനെ കറ്റാലൈസ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഒരുപാട് എമൗണ്ട് ഒന്നും കാറ്റലിസ്റ്റ് ആവശ്യമില്ല, ഒരു റിയാക്ഷനിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി മതിയാവും. Then the catalyst cannot initiate the reaction. ഒരു റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ കാറ്റലിസ്റ്റിന് പറ്റില്ല, പക്ഷെ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ മീൻസ് അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ കാറ്റലിസ്റ്റിന് പറ്റുള്ളൂ. നെക്സ്റ്റ്, ഫോർത്ത്, കാറ്റലിസ്റ്റ് കനോട്ട് ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം പൊസിഷനെ മീൻസ് ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. A catalyst does not affect the position of equilibrium. മീൻസ് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിയ റിയാക്ഷനിൽ പിന്നെ കാറ്റലിസ്റ്റ് കൊണ്ട് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. കാരണം കാറ്റലിസ്റ്റ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ കേസിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടുന്ന ടൈം കുറച്ച് കിട്ടും. മീൻസ് ഇക്വിലിബ്രിയത്തിൽ ഒരു പെട്ടെന്ന് ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തും. കാരണം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ ഇൻക്രീസ് ചെയ്യിക്കുന്നത് കൊണ്ട് ആ റിയാക്ഷൻ പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിൽ എത്തും. പക്ഷെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാറ്റലിസ്റ്റിന് ഒരു എഫക്റ്റും ഇല്ല. ഓക്കെ, ദെൻ ഫിഫ്ത്ത്, the catalyst is generally specific in nature. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റ് ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ മാത്രമേ കാറ്റലൈസ് ചെയ്യുള്ളൂ. കാരണം അതേ കാറ്റലിസ്റ്റ് നമ്മൾ വേറെ റിയാക്ഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നില്ല, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടണം എന്നില്ല. മീൻസ് ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷന്റെ കേസിൽ സ്പെസിഫിക് ആണ്.
Okay, that is a substance which acts as a catalyst for a particular reaction fails to catalyze the other reaction. Okay, ഓരോ റിയാക്ഷനിലും ഓരോ കാറ്റലിസ്റ്റ് ഓർ ഡിഫറെൻറ്റ് കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എത്തനോൾ ബ്രേക്ക് ചെയ്തിട്ട് ഈത്തൈനും വാട്ടർ ആകുന്ന പ്രോസസ്സ് ഉണ്ട്. അതേപോലെ തന്നെ എത്തനോൾ ബ്രേക്ക് ചെയ്ത് അസറ്റാൽഡിഹൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്ന പ്രോസസ്സിൽ രണ്ടിലും കാറ്റലിസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ആദ്യത്തേൽ അലൂമിനിയം ഓക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തേതിൽ കോപ്പർ പൗഡർ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദ കാറ്റലിസ്റ്റ് ഈസ് ജനറലി സ്പെസിഫിക് ഇൻ നാച്ചർ. ദെൻ കെറ്റാലിറ്റിക് പ്രൊമോട്ടേഴ്സ്. കെറ്റാലിറ്റിക് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ചില സബ്സ്റ്റൻസിന് കാറ്റലിസ്റ്റിന്റെ കൂടെ തന്നെ അതർ സബ്സ്റ്റൻസ് ഓർ ഫോറിൻ സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസിയെ കൂട്ടും. മീൻസ് ആ കാറ്റലിസ്റ്റ് അതുവരെ റിയാക്ഷന് സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അതിന്റെ റിയാക്ഷൻ ഓർ റേറ്റ്, അതിന്റെ സ്പീഡിന്റെ റേറ്റ് കൂട്ടും. ദാറ്റ് ഈസ് കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കൂട്ടുന്ന റിയാക്ഷൻസ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോട്ടേഴ്സ് ഓർ ആക്ടിവേറ്റേഴ്സ്. സബ്സ്റ്റൻസ് വിച്ച് ദംസെൽസ് ആർ നോട്ട് കാറ്റലിസ്റ്റ്, ആ പ്രൊമോട്ടേഴ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു കാറ്റലിസ്റ്റ് ആയിട്ടൊന്നും ആക്ട് ചെയ്യൂല. പക്ഷെ കാറ്റലിസ്റ്റിന്റെ കൂടെ പ്രൊമോട്ടേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കൂട്ടും. But when mixed in small quantities with the catalyst, increase their efficiency. That are called promoters or activators. For example, in Haber process for the synthesis of ammonia, നമ്മൾ നേരത്തെ Haber process example പറഞ്ഞിരുന്നു. Iron powder is act as a catalyst, in which traces amount of molybdenum, which increases the activity of finely divided iron, which act as a catalyst. ഇതിന്റെ കൂടെ മോളിബ്നം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ മോളിബ്നം അയേണിന്റെ എഫിഷ്യൻസിയെ കൂട്ടും. Therefore, molybdenum act as a promoter for the promoters in the Haber process. Okay, and next one is catalytic poison. Catalytic poison എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ഒരു സബ്സ്റ്റൻസ് കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കുറക്കുക അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി ഇല്ലാണ്ടാക്കുക, അതിനാണ് കറ്റാലിറ്റിക് പോയിസൺ എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് ഡിസ്ട്രോയ് ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ബൈ ദർ പ്രസൻസ് ആർ കോൾഡ് കറ്റാലിറ്റിക് poisons. For example, the presence of traces of arsenious oxide in the reacting gases reduces the activity of platinized asbestos, which is used as a catalyst in contact process for the manufacture of sulfuric acid. Sulfuric acid in the manufacturing process-നെയാണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനൈസ്ഡ് ആസ്ബെസ്റ്റോസ് ആണ്. അതിലേക്ക് ചെറിയൊരു എമൗണ്ട് ആർസീനിയസ് ഓക്സൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആ കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസിയെ ഇല്ലാണ്ടാക്കും. എന്ന് വെച്ചാൽ അതിന്റെ കാറ്റലിസ്റ്റിന് പിന്നെ ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. അതിനാണ് കറ്റാലിറ്റിക് പോയിസൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി. ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഓർ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പം അത് ആക്ടിവേഷൻ എനർജി കുറക്കും. ഒരു റിയാക്ഷനിലേക്ക് എത്താൻ, ഒരു റിയാക്ഷനിലേക്ക് എത്താൻ വേണ്ടുന്ന എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ആ ആക്ടിവേഷൻ എനർജി കുറക്കുക എന്ന് പറയുന്നത് റിയാക്റ്റൻസിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതിന് ആക്ടിവേഷൻ എനർജിയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അത് കുറക്കുകയാണെങ്കിൽ. അതാണ് ഒരു കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ആക്ടിവേഷൻ എനർജി കുറക്കുന്നത് കൊണ്ടാണ് റിയാക്ഷൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു കാറ്റലിസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് നെക്സ്റ്റ്, ഇത് ഈ ഗ്രാഫ് കാണിക്കുന്നത് ഒരു കാറ്റലൈസ്ഡ് റിയാക്ഷനും അതേപോലെ അൺകാറ്റലൈസ്ഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാത്ത റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഗ്രാഫ് ഇത് എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ഓഫ് അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ. ഇതൊരു അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. താഴെ ഉള്ളത് കാറ്റലൈസ്ഡ് റിയാക്ഷൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റിൽ ആ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഇത്രയാണ്. കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എന്തായി, അതിന്റെ ആക്ടിവേഷൻ എനർജി ഇത്ര കുറച്ചു. അതുകൊണ്ട് തന്നെ റിയാക്റ്റൻസിന് എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഈ ഒരു പൊസിഷനിൽ എത്തിയാൽ തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്ത് പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാറ്റലിസ്റ്റ് ഡിക്രീസസ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ. അതുകൊണ്ടാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആവുന്നത് ബൈ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്.
Okay. Then there are two types of catalysis or two types of catalyst. They are homogeneous catalyst and heterogeneous catalyst. അല്ലെങ്കിൽ നമുക്ക് homogeneous catalysis or heterogeneous catalysis എന്ന് പറയാം. Homogeneous catalysis എന്ന് പറയുന്നത് when the catalyst is present in the same phase as the reactants and product. That catalyst is called a homogeneous catalyst and these reactions are called homogeneous catalysis. ഒരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റും അതേപോലെ റിയാക്റ്റൻസും സെയിം ഫേസിലാണെങ്കിൽ, കാറ്റലിസ്റ്റ് സോളിഡ് ആണെങ്കിൽ റിയാക്റ്റൻസും സോളിഡ്, കാറ്റലിസ്റ്റ് ലിക്വിഡ് ആണെങ്കിൽ റിയാക്റ്റൻസും ലിക്വിഡ് സെയിം ഫേസിലാണ് ഉള്ളതെങ്കിൽ that reactions are called homogeneous catalyst. For example, in lead chamber process, SO2, sulfur dioxide is oxidized to sulfur trioxide, SO3. Here, the presence of nitric oxide as catalyst. ഇതിൽ എല്ലാം gas ആണ്. Nitric oxide is also a gas. The reactants are and catalyst are in the same phase. It is called homogeneous catalysis. And next example is hydrolysis of sucrose is catalyzed by the presence of dilute HCl or sulfuric acid. Here all are liquid. എല്ലാം ലിക്വിഡിലാണ്. Next, heterogeneous catalysis. Heterogeneous catalysis means the catalyst is in different phase than the reactants. It is called heterogeneous catalyst and such reactions are called heterogeneous catalytic reaction or heterogeneous catalysis. Different phase ആണെങ്കിൽ heterogeneous catalysis എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ആയിട്ട് manufacture of ammonia from hydrogen and nitrogen by Haber process. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈൻ ഡിവൈഡഡ് അയേൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫൈൻലി ഡിവൈഡഡ് അയേൺ എന്ന് പറയുന്നത് സോളിഡ് ആണ്, ബാക്കിയൊക്കെ റിയാക്റ്റൻസ് ഒക്കെ ഗ്യാസ് ആണ്. ഡിഫറെന്റ് ഫേസിലാണ് രണ്ടും ഉള്ളത്. അതേപോലെ തന്നെ മെത്തനോൾ ഈസ് പ്രിപ്പയർഡ് ഫ്രം കാർബൺ മോണോക്സൈഡ് ആൻഡ് H2. ഹിയർ carbon monoxide and H2 are gases and here using a mixture of copper zinc oxide as catalyst. അത് രണ്ടും സോളിഡ് ആണ്. Then manufacture of SO3 from sulfur dioxide in the contact process using platinized asbestos. നമ്മൾ നേരത്തെ പറഞ്ഞു കോണ്ടാക്ട് പ്രോസസ്സിൽ സൾഫർ ഡയോക്സൈഡ് H2SO4 ഫോം ചെയ്യുന്ന പ്രോസസ്സിൽ V2O5 ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, these are the two different types of catalysis. Thank you.